കാലം മായ്ക്കാത്ത ഓർമ്മകൾക്ക് ചിലപ്പോൾ യന്ത്രങ്ങളുടെ തുടിപ്പുമുണ്ടാകുമെന്ന് തെളിയിക്കുകയാണ് ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലറും 19-ാം മൈൽ സ്വദേശിയുമായ സായ് കിരൺ. 41 വർഷം മുൻപ് കൈവിട്ടുപോയ തന്റെ പിതാവ് ഗംഗാധരന്റെ പ്രിയപ്പെട്ട ബുള്ളറ്റ് തിരഞ്ഞുപിടിച്ച് തിരികെ വീട്ടിലെത്തിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഒറ്റപ്പാലം ബ്യൂറോയുടെ ഒരു വാർത്ത കാണാം. പുത്തൂർ വളപ്പിൽ വീട്ടുമുറ്റത്ത് പഴയ പ്രതാപത്തോടെ ആ വണ്ടി വീണ്ടും സ്റ്റാർട്ടാകുമ്പോൾ അത് കേവലം ഒരു വാഹനമല്ല, മറിച്ച് 1987 അന്തരിച്ച പിതാവിൻ്റെ സാമീപ്യമാണ് സായ് കിരണിനും കുടുംബത്തിനും. 1959 മോഡൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റായിരുന്നു ഗംഗാധരൻ്റെ സ്ഥിരം വാഹനം. എന്നാൽ 1985 ചില സാഹചര്യങ്ങളാൽ 9,300 രൂപയ്ക്ക് ആ വണ്ടി വിൽക്കേണ്ടി വന്നു. സായ് കിരൺ വളർന്നതോടെ അച്ഛൻ്റെ ഓർമ്മകൾ ഇരമ്പുന്ന ആ പഴയ വണ്ടി കണ്ടെത്തണമെന്ന മോഹം മനസ്സിൽ ഉറച്ചെങ്കിലും പലതവണ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. എന്നാൽ അടുത്തിടെ കുടുംബാംഗങ്ങൾക്കൊപ്പം ആ ബുള്ളറ്റിൻ്റെ അരികിൽ നിൽക്കുന്ന പഴയൊരു ഫോട്ടോ ശ്രദ്ധയിൽപ്പെട്ടതാണ് വണ്ടി കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് വീണ്ടും ഊർജം പകർന്നത്. തിരച്ചിലിന് സഹായിയായി സഹോദരപുത്രൻ അശ്വിൻ സായിയും ഒപ്പം കൂടി. RTO ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അശ്വിൻ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ വണ്ടി ഇപ്പോൾ കണ്ണൂർ കാപ്പാട് സ്വദേശിയായ അമലിൻ്റെ കൈവശമാണെന്ന് തിരിച്ചറിഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലൂടെ അമലിനെ കണ്ടെത്തി സായ് കിരൺ തൻ്റെ ആഗ്രഹം അറിയിച്ചപ്പോൾ അച്ഛനോടുള്ള ആ വൈകാരികമായ അടുപ്പം മനസ്സിലാക്കിയ അമൽ സന്തോഷത്തോടെ വണ്ടി വിട്ടുനൽകാൻ സമ്മതിക്കുകയായിരുന്നു. 1958 മോഡലാണ് ഈ വാഹനം. ഇതെൻ്റെ പിതാവ് ഗംഗാധരൻ, പത്തൂർ വളപ്പിൽ ഗംഗാധരൻ എൻ്റെ പിതാവ് ഉപയോഗിച്ചിരുന്ന വാഹനമാണ്. 1985 കാലഘട്ടത്തിൽ കുടുംബത്തിലൊരു സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഈ വാഹനം ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വന്നു. തുടർന്ന് അച്ഛന് നല്ല വിഷമമായിരുന്നു ആ വാഹനം കൈവിട്ടു പോയതിൽ. 2 വർഷത്തിന് ശേഷം 1987 എൻ്റെ പിതാവ് മരണപ്പെട്ടു. അന്ന് ഞങ്ങളൊക്കെ കുട്ടികളാണ്. തുടർന്ന് ഞാനൊക്കെ കുറച്ച് മുതിർന്നപ്പോൾ നിരവധി ഭാഗങ്ങളിൽ ഈ വാഹനം തിരിച്ച് കിട്ടാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വിവിധ പ്രദേശങ്ങളിലൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അന്നൊന്നും ഇതുപോലെ ഓൺലൈൻ സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് നമുക്ക് തിരഞ്ഞു കിട്ടുന്നത് പാടായിരുന്നു. അങ്ങനെ ഈ വാഹന കച്ചവടക്കാരുടെ പുറകിലൊക്കെ പോയി പാലക്കാട്, കോയമ്പത്തൂർ വിവിധ മേഖലകളൊക്കെ അന്വേഷിച്ചപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയി എന്നാണ് അവസാനം കിട്ടിയ വിവരം. തുടർന്ന് അത് തിരയിൽ നമുക്ക് പ്രയാസമായിരുന്നു. അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്തു. ഈ അടുത്ത കാലത്താണ് ഈ നമ്പർ പഴയ ഫോട്ടോ വെച്ചിട്ട് എൻ്റെ സഹോദരൻ്റെ മകൻ അശ്വിൻ സായി ഈ നമ്പർ വെച്ച് സെർച്ച് ചെയ്തപ്പോൾ ഈ വാഹനം കണ്ണൂർ കാപ്പാട് എന്ന സ്ഥലത്ത് ഒരു അമൽദേവിൻ്റെ അഡ്രസ്സിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതിന് വേണ്ട എല്ലാ ശ്രമങ്ങളും നടത്തിയത് അശ്വിൻ സായിയാണ്. അദ്ദേഹം ഈ അഡ്രസ്സ് ഡീറ്റെയിൽസുകളൊക്കെ RTO ഓഫീസ് മുഖാന്തരം തപ്പിയെടുത്ത് ഫോൺ നമ്പറിൽ കളക്ട് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം കണ്ണൂരിലെ തന്നെ ഒരു കമ്പ്യൂട്ടർ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് ഈ വാഹനം ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആദ്യം അതിന് തയ്യാറായില്ല. അദ്ദേഹം ഒരു വാഹനപ്രേമിയാണ്. നിരവധി വാഹനങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പഴയ വാഹനങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം അത് അങ്ങനെ ഞാൻ ഇന്ന് വരെ വാങ്ങിച്ച വാഹനങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഞങ്ങളുടെ വൈകാരികമായ ബന്ധം ഈ വാഹനത്തെക്കുറിച്ച് ധരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി അടക്കം പറഞ്ഞു, ഇനി ഒന്നും പറയാനില്ല, നിങ്ങൾ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വാഹനം ഞങ്ങൾ പോയി നേരിട്ട് കണ്ട് സംസാരിച്ചു. തുടർന്ന് ഞാനും മുനിസിപ്പൽ ഇലക്ഷൻ്റെ തിരക്കിലായിരുന്നു. അതിൻ്റെ ഇടയിൽ അദ്ദേഹം നേരിട്ട് തന്നെ ആ വാഹനം എനിക്ക് കണ്ടെയ്നറിൽ ഇങ്ങോട്ട് അയച്ചു തരികയാണ് ചെയ്തത്. തുടർന്ന് ഇവിടെ കൊടുന്നു. എല്ലാ വർക്കുകളും അന്ന് കാലത്തുള്ള G2 മോഡൽ എല്ലാ വർക്കുകളും ചെയ്തു. വാഹനം മിനിഞ്ഞാന്ന് തിരിച്ച് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തന്നെ എത്തി. അത് ഞങ്ങൾക്കൊരു അഭിമാനമാണ്, സന്തോഷമാണ്. ഞങ്ങളുടെ അച്ഛൻ വീണ്ടും ഈ വീട്ടിലേക്ക് വന്ന അതേ അനുഭവമാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങൾക്കൊരു വൈകാരികമായി വല്ലാത്തൊരു അടുപ്പാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. ഇതിന് എല്ലാ ശ്രമങ്ങളും നടത്തിയത് എൻ്റെ പുറകെ നിന്ന് എന്നെ സഹായിച്ചത് എൻ്റെ സഹോദരൻ്റെ പുത്രനായ അശ്വിൻ സായിയാണ്. അത് ഓരോരുത്തരോടും നന്ദി പറയുകയാണ്. ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ കുടുംബത്തിലെ സന്തോഷം ഞങ്ങളെല്ലാവർക്കും പങ്കുവയ്ക്കുകയാണ്. പഴയ ബുള്ളറ്റിലെ പുതിയ ഭാഗങ്ങളെല്ലാം മാറ്റി പഴയ രൂപത്തിലേക്ക് വാഹനം കൂടുതൽ കരുത്തോടെ ഇറക്കിയിരിക്കുകയാണ് സായ് കിരൺ ഇപ്പോൾ.
41 വർഷത്തിന് ശേഷം അച്ഛൻ്റെ ഓർമ്മകൾ ഇരമ്പുന്ന ആ ശബ്ദം വീണ്ടും കേൾക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് പുത്തൂർ വളപ്പിൽ കുടുംബം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.